ഗുരുവായൂരപ്പ ശ്രീമന്നാരായണ നാരായണ 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 ശ്രീമന്നാരായണീയം ദശകം 30. 7 ശ്ലോകമാണ് നമ്മൾ പറഞ്ഞത്. 30ാമത്തെ ദശകത്തിൽ 8ാമത്തെ ശ്ലോകം തൊട്ട് നമുക്ക് പറയണം. ഭഗവാന്റെ യാത്ര ബലിയുടെ അവിടേക്ക് ഉപനയനമൊക്കെ കഴിഞ്ഞിട്ട് കശ്യപൻ തൊട്ടുള്ള എല്ലാവരും അനുഗമിച്ചുകൊണ്ട് ദേവന്മാർ ഋഷികളൊക്കെ ഉണ്ട് യാഗസ്ഥലത്തേക്ക് ചെല്ലുകയാണ്. താം നർമ്മദോത്തരതടേ ഹയമേധശാലാമാസേതുഷി ത്വയി രുചാതവരുദ്ധനേത്രൈ ഭാസ്വാൻ കിമേഷദഹനോന്നു സനൽകുമാരോ യോഗീന്നു കോയമിതി ശുക്രമുഖൈശങ്കേ. ത്വയി അങ്ങ് നർമ്മദോത്തരതടേ നർമ്മദാ നദിയുടെ വടക്കേ ഭാഗത്ത് താം ഹയമേധശാലാം അശ്വമേധം ചെയ്യുന്നതായിട്ടുള്ള മഹാബലിയുടെ യാഗശാലയെ ആസേതുഷി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ തവ രുച വളരെയധികം ഇഷ്ടത്തോടു കൂടിയിട്ട് ഭഗവാന്റെ ഈ ശോഭയെ കണ്ടുകൊണ്ട് രുദ്ധനേത്രൈഹി കാഴ്ച തടയപ്പെട്ടതായിട്ടുള്ള നേത്രങ്ങളോട് കൂടിയിട്ട് എന്നുവെച്ചാൽ കണ്ണ് മഞ്ഞളിച്ചു പ്രകാശം കൊണ്ടേ. രുദ്ധനേത്രൈഹി കാഴ്ച ഒന്നും കാണാതെ. ശുക്രമുഖൈഹി ശുക്രാചാര്യൻ തൊട്ടുള്ള ഓരോരുത്തരും ശുക്രനും ഭൃഗുവും വളരെ പ്രാധാന്യമുണ്ട് ഈ ബലിയുടെ യാഗശാലയിലുള്ള ഹോതാക്കൾക്ക്. ഏഷ ഭാസ്വാൻ ശുക്രൻ തൊട്ടിട്ടുള്ള ഓരോരുത്തരും ഇത് ആര്? ഇത് സൂര്യനാണോ? കിം ദഹനഹ ഇത് അഗ്നിയാണോ എന്ന് വെച്ചാൽ അവിടെ ഹോമാഗ്നി ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഭഗവാൻ തന്നെ അഗ്നി ഭഗവാൻ രൂപം സ്വീകരിച്ചു കൊണ്ടുവരാം, അങ്ങനെയൊക്കെ പതിവുണ്ട്. അപ്പോൾ സൂര്യനാണോ? ഏഷ ഭാസ്വാൻ കിം ഏഷ ദഹനഹന്നു യോഗി സനൽകുമാരഹന്നു സൂര്യനാണോ? അഗ്നിയാണോ? സനൽകുമാരന്മാരാണോ? അയം കഹ ഇതി ശശങ്കേ ഇത് ആരാണ്? ഈ തേജസ് ഇത്രയും കൂടുതലുള്ള ഈ ഉണ്ണി ആരാണ് എന്ന് ഋഷിമാര് പരസ്പരം ചോദിച്ചു എന്നതാണ്. ത്വയി നർമ്മദ ഉത്തരതടേ താം ഹയമേധശാലാം ആസേതുഷി തവ രുച രുദ്ധനേത്രൈഹി ശുക്രമുഖൈഹി ഏഷ ഭാസ്വാൻ കിം ഏഷ ദഹനഹ नु ഏഷ യോഗി സനൽകുമാരഹ नु അയം കഹ ഇതി ശശങ്കേ. ഭഗവാന്റെ ഈ യാത്ര നേരിട്ട് നർമ്മദാ തീരത്ത് നർമ്മദയുടെ വടക്കേ തീരത്തിൽ മഹാബലി ചെയ്യുന്നതായിട്ടുള്ള അശ്വമേധ യാഗശാല, ആ ശാലയിലേക്ക് ഭഗവാനും ഈ വൃന്ദവും എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ഈ ശോഭ കൊണ്ട് കണ്ണ് മഞ്ഞളിച്ച് ഒന്നും കാണാനില്ലാണ്ടായി ഈ ഋഷികൾക്ക്, പൗരന്മാർക്ക്, സദസ്യർക്ക്. അപ്പോൾ അവർ ഈ വന്നത് ശുക്രാചാര്യൻ തൊട്ടുള്ള ഓരോരുത്തരും ചോദിക്കുകയാണ്, ഇത് സൂര്യനാണോ? ഇത് അഗ്നിദേവൻ തന്നെ സ്വരൂപം സ്വീകരിച്ച് വന്നതാണോ? അതോ സനൽകുമാരന്മാരാണോ? ആരാ ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. താം നർമ്മദ ഉത്തരതടേ ഹയമേധശാലാം ആസേതുഷി ത്വയി രുച തവ രുദ്ധനേത്രൈഹി ഭാസ്വാൻ കിം ഏഷ ദഹനഹ नु സനൽകുമാരഹ യോഗി नु കഹ അയം ഇതി ശുക്രമുഖൈഹി ശശങ്കേ. താം നർമ്മദോത്തരതടേ ഹയമേധശാലാമാസേതുഷി ത്വയി രുച തവ രുദ്ധനേത്രൈ ഭാസ്വാൻ കിമേഷ ദഹനോ नु സനൽകുമാരോ യോഗി नु കോയമിതി ശുക്രമുഖൈ ശശങ്കേ. ഇനി 9ാമത്തെ ശ്ലോകം. ആനീതമാശു ഭൃഗുഭിർമഹസാഭിഭൂതൈ ത്വാം രമ്യരൂപമസുരപുളകാവൃതാംഗ ഭക്ത്യാ സമേത്യ സുഹൃദീ പരിഷിച്യ പാദോ ത്വത്തോയമന്വധൃതമൂർധനി തീർത്ഥതീർത്ഥം. മഹസാ അഭിഭൂതൈഹി ഭൃഗുഭി വലിയ തേജസ് കൊണ്ട് എത്രത്തോളം വശീകരിക്കപ്പെട്ടു അത്രത്തോളം അഭിഭൂതന്മാരായിട്ടുള്ള ഭൃഗു തൊട്ടുള്ള ഓരോ മഹർഷിമാരും ഭൃഗു, ശുക്രാചാര്യ തുടങ്ങിയുള്ളവരുടെ നേതൃത്വത്തിൽ ആശു ആനീതം വളരെ വേഗം ഈ ഉണ്ണിയെ ആനയിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. രമ്യരൂപം ദൃഷ്ട അതീവ മനോഹരമായിട്ടുള്ള എന്തൊരു കൗതുക, എന്തൊരു സുന്ദര രൂപമെന്ന് വെച്ചാൽ അത് കണ്ടുകൊണ്ട് ത്വാം ആ ഭഗവാനെ സുഹൃതിഹി പുണ്യം ചെയ്തവരായിട്ടുള്ള ഓരോരുത്തരും അസുരഹ അഭി
അസുരനാണ് എങ്കിലും ഈ മഹാബലി പുളകാവൃതാംഗ നല്ലോണം കണ്ടു കഴിഞ്ഞപ്പോൾ രോമാഞ്ചം കൊണ്ടു. അത്രയും സന്തോഷം. തൻ്റെ ഈ യാഗവേദിയിലാണല്ലോ ഇങ്ങനെ തേജസ്സുള്ള ഒരു ഉണ്ണി വന്നത്, ഇത് ഭഗവാൻ തന്നെയാവും എന്ന നിലയ്ക്കാണ്. സൂര്യനാണോ സനൽകുമാരനാണോ എന്നെല്ലാം സംശയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നതായിട്ടുള്ള ഭഗവാനെ വളരെ നന്നായിട്ട് തന്നെ ബ്രഹ്മസ്വരൂപമായിട്ടും അതേപോലെ ഈശ്വരനായിട്ടും പിന്നെ സകലസ്വരൂപമായിട്ട് ഭഗവാൻ പ്രദക്ഷിണാവുക അങ്ങനെ വല്ലതും ആണോ എന്ന് അഗ്നിദേവൻ തന്നെ, അഗ്നി സ്വദേവ ബ്രഹ്മസ്വരൂപമാണ്. അപ്പോൾ അഗ്നി തന്നെയാണോ വന്നത് എന്ന് തോന്നുക. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ തൊട്ടുള്ള ഈ ഭഗവാനെ എപ്പോഴും ഹരിശരണം ഹരിശരണം എന്ന് പറയുന്നതായിട്ടുള്ള അവരാണോ ഈ വന്നിരിക്കുന്നത് എന്ന് സംശയിച്ചുകൊണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് കൃതാർത്ഥനായിക്കൊണ്ട് ഭക്തിയോട് കൂടിയിട്ട് അവിടെ ഈ എത്തിക്കഴിഞ്ഞപ്പോൾ പാദവും പരീക്ഷിച്ച ഭഗവാന്റെ പാദത്തെ നന്നായിട്ട് തന്നെ ശ്രീ മഹാബലി കഴുകി. എന്നിട്ടോ തീർത്ഥങ്ങളിൽ വെച്ച് തീർത്ഥമായിട്ടുള്ള പരിപാവനമായിട്ടുള്ള ഈ വിഷ്ണുപാദ തീർത്ഥം അവിടെ എന്തൊക്കെ കിട്ടി? ഭഗവാന്റെ പാദധൂളി കിട്ടി, ഭഗവാന്റെ പാദതീർത്ഥം കിട്ടി, ഭഗവാന്റെ ഭക്തന്മാരുടെ പാദസേവ ചെയ്യാൻ സാധിച്ചു. ആ ഭഗവാന്റെ തൃപ്പാദം കഴുകിയതായിട്ട് ആ തീർത്ഥം ആ ഗംഗാതോയം മൂർധനി അന്വധൃത. ആ മഹാബലി, ഭക്തനായിട്ടുള്ള മഹാബലി ഈ വാമനമൂർത്തിയുടെ പാദം കഴുകിയിട്ട് ആ ജലത്തെ ശിരസിൽ ധരിച്ചു. മഹാഭാഗ്യ. ഗംഗ ഉണ്ടായിട്ടില്ല ആ സമയത്ത്, അതാണ്. ആനീതമാശു ഭൃഗുഭിർമഹസാഭിഭൂതൈസ്ത്വാം രമ്യരൂപമസുര പുളകാവൃതാംഗ ഭക്ത്യാ സമേത്യ സുഹൃതി പരിഷിച്ച പാദൗ തത്തോയമന്വധൃതമൂർധനി തീർത്ഥം. മഹസാ അഭിഭൂതൈഃ ഭൃഗുഭിഃ ആശു ആനീതം രമ്യരൂപം ത്വാം സുഹൃതിഃ അസുരഃ പുളകാവൃതാംഗഃ ഭക്ത്യാ സമേത്യ പാദോ പരിഷിച്ച തീർത്ഥം തത് തോയം മൂർധനി അന്വധൃത. അന്വയം: മഹാതേജസ് കൊണ്ട് അഭിബോധന്മാരായിട്ടുള്ള വശീകരിക്കപ്പെട്ടതായിട്ടുള്ള ഭൃഗു തൊട്ടുള്ള മഹാഋഷിമാരാൽ വളരെ വേഗം തന്നെ ഈ ഉണ്ണിയെ ഭഗവാനെ കൂട്ടിക്കൊണ്ടുവന്നു. അതിമനോഹര രൂപം, എന്തൊരു സുന്ദരം, ആകർഷകം. അങ്ങനെയുള്ള ഭഗവാനെ പുണ്യം ധാരാളം സമ്പാദിച്ചു കൂട്ടിയതായിട്ടുള്ള ബ്രാഹ്മണ ഭക്തിയുണ്ട്, ഭഗവത് ഭക്തിയുണ്ട്, ഗുരുഭക്തിയുണ്ട്. അങ്ങനെയുള്ള ആ മഹാബലി ഈ ഉണ്ണിയുടെ സാന്നിധ്യം കൊണ്ട് ഇത് ഈശ്വരൻ തന്നെ എന്ന് കണക്കാക്കിക്കൊണ്ട് രോമാഞ്ചം കൊണ്ടു. അങ്ങനെയുള്ള ആ ബലി വളരെ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളെ നന്നായിട്ട് കഴുകി ആ തീർത്ഥങ്ങളിൽ വെച്ച് അതിതീർത്ഥമായിട്ടുള്ള ഈ പുണ്യതീർത്ഥം തൻ്റെ ശിരസിലേക്ക് ധരിക്കുകയും ചെയ്തു. ഗംഗയുടെ മുന്നേ ആദ്യം ഇത് സ്വീകരിക്കാൻ സാധിച്ചു എന്ന് സാരം. ആനീതം ആശു ഭൃഗുഭിഃ മഹസ അഭിഭൂതൈഃ ത്വാം രമ്യരൂപം അസുരഃ പുളകാവൃതാംഗഃ ഭക്ത്യാ സമേത്യ സുഹൃതി പരിഷിച്ച പാദു തത് തോയം അന്വധൃത മൂർധനി തീർത്ഥം. ആനീതമാശു ഭൃഗുഭിർമഹസാഭിഭൂതൈസ്ത്വാം രമ്യരൂപമസുരഃ പുളകാവൃതാംഗ ഭക്ത്യാ സമേത്യ സുഹൃതി പരിഷിച്ച പാദോ തത്തോയമന്വധൃതമൂർധനി തീർത്ഥം. ഇനി 10ാമത്തെ ശ്ലോകം. പ്രഹ്ലാദവംശജതയാ ക്രതുഭിർദ്വിജേഷു വിശ്വാസതോന്നു തദിദം ദിദിജോപിലേഭേ യത്തേ പദാംബുഗിരിശസ്യ ശിരോഭിലാള്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേഥാം. പ്രഹ്ലാദവംശജതയാ, പ്രഹ്ലാദന്റെ വംശത്തിൽ ജനിച്ചതായിട്ടുള്ള ആ ഒരു കാരണം കൊണ്ടാണോ, ക്രതുഭിഹി യാഗം ധാരാളം ചെയ്തത് കൊണ്ടാണോ, ദ്വിജേഷു ബ്രാഹ്മണന്മാരിൽ വിശ്വാസതഃ നു ബ്രാഹ്മണന്മാരിൽ ഭക്തി ഉണ്ടായത് കൊണ്ടാണോ. പ്രഹ്ലാദൻ പരമഭക്തനാണ്. അപ്പോൾ ഭക്തന്റെ വംശത്തിൽ ജനിച്ചു, പിന്നെ യാഗം ധാരാളം ചെയ്തു, അപ്പോൾ ഭഗവാന്റെ പ്രീതി കിട്ടി. പിന്നെ ബ്രാഹ്മണ ഭക്തി നല്ലോണുണ്ട്, അതുകൊണ്ടാണോ. ദിദിജഹ അപി അസുരനാണ് എങ്കിലും ഇതം ലേഭേ ഈ പ്രസിദ്ധി ഭഗവാനാൽ കൊടുക്കപ്പെട്ടത്, ഈ ബലിക്ക് ഇത് കിട്ടിയത് യാതൊന്നുകൊണ്ടാണോ ഈ ഭഗവാന്റെ പാദാംബു ഈ പാദതീർത്ഥം ഗിരിശസ്യ പരമേശ്വരന്റെ ശ്രീശിവന്റെ ശിരോഭിലാള്യം ശിരസ് കൊണ്ട് ഭഗവാന്റെ മഹാദേവന്റെ ശിരസിലുണ്ടല്ലോ ഈ ഗംഗ,
അത് ശിരസിനാൽ ഇങ്ങനെ സ്വീകരിക്കപ്പെട്ടത്. വിഭോ ഭഗവാനെ ഗുരുപുരാലയ, ശ്രീകൃഷ്ണ ഭഗവാനെ ഗുരുവാരമ്പലത്തിൽ എന്നിട്ട് മേൽപ്പത്തൂർ കൃഷ്ണനോട് പറയാണ്, സത്വം പാലയേഥ, നിങ്ങളെ പാലിച്ചാലും. അപ്പോ പ്രഹ്ലാദ വംശജതയാ ക്രതുഭിः ദ്വിജേഷു വിശ്വാസതഃ നു ദിദിജഃ അഭി തത് ഇദം ലേഭേ യത് തേ പദാംബു ഗിരിശസ്യ ശിരോഭിലാള്യം വിഭോ ഗുരുപുരാലയ സത്വം പാലയേഥ. പ്രഹ്ലാദന്റെ വംശത്തിൽ ജനിച്ചത് കൊണ്ടാണോ, ഭക്തന്റെ വംശത്തിൽ ജനിച്ചത് കൊണ്ടാണോ അങ്ങക്ക് ഈ ബലിക്ക് ഇത്രയും പുണ്യം കൊടുക്കാൻ സാധിച്ചത്? യാഗങ്ങൾ ധാരാളം ചെയ്തത് കൊണ്ടാണോ, അതോ ബ്രാഹ്മണരുടെ വിശ്വാസം കൂടുതലായത് കൊണ്ടാണോ, അസുരനായിട്ട് കൂടി ഇത്രയും ഭക്തി കിട്ടാനുള്ള കാരണം? ഇതിന്റെ കാരണം എന്താ? ശരിക്കും അങ്ങയുടെ പാദതീർത്ഥം ഇങ്ങനെ ശിരസിൽ ധരിക്കാൻ സാധിച്ചത് മഹാദേവൻ കൂടി ശിരസിൽ ധരിച്ചതാണല്ലോ ഈ പാദതീർത്ഥം. അത് മഹാബലിക്ക് കിട്ടിയത് എന്ത് കാരണം കൊണ്ടാ? അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങ് ഇങ്ങനെ ഭക്തനെ അനുഗ്രഹിച്ചതായിട്ടുള്ള അങ്ങ് എന്നെ പാലിച്ചാലും, എന്നെ രക്ഷിച്ചാലും, എൻ്റെ രോഗത്തെ മാറ്റിയാലും എന്ന് മേൽപ്പത്തൂര് ഭഗവാനോട് പ്രാർത്ഥിച്ചു, കൃഷ്ണനോട് പ്രാർത്ഥിച്ചു. പ്രഹ്ലാദ വംശജതയാ, പ്രഹ്ലാദ വംശജ, അപ്പൊ വംശജതയാ ഒറ്റ വാക്കാണ്. പ്രഹ്ലാദ വംശജതയാ ക്രതുഭിഃ ദ്വിജേഷു വിശ്വാസതഃ നു തത് ഇദം ദിദിജഃ അഭി ലേഭേ യത് തേ പദാംബു ഗിരിശസ്യ ശിരോഭിലാള്യം ശിരസ് അടക്കം ശിരോഭിലാള്യം സത്വം വിഭോ, ഭഗവാൻ മഹാദേവന്റെ ശിരസ്സുകൂടി ലാളിക്കുന്നതായിട്ടുള്ള ഗിരിശസ്യ ശിരോ അഭിലാള്യം, ശിരഹ അത് ഭഗവാന്റെ ഈ പാദതീർത്ഥത്തെ സ്വീകരിച്ചുകൊണ്ട് ലാളിച്ചുകൊണ്ടേയിരിക്കുന്നു. കനകി ഗംഗയെ പത്നിയാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ലാളന. ശിരോഭിലാള്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേഥ, എന്നെ രക്ഷിക്കുമാറാകണേ. പ്രഹ്ലാദ വംശജതയാ ക്രതുഭിർവിജേഷു വിശ്വാസതോന്നു തദിദം ദിദിജോപി ലേഭേ യത്തേ പദാംബു ഗിരിശസ്യ ശിരോഭിലാള്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേഥാം. ഗംഗ ഉണ്ടായത് ത്രിവിക്രമരൂപിയായിട്ട് ഭഗവാൻ വളർന്നു. അപ്പോൾ ബ്രഹ്മാണ്ടത്തെ ഭേദിച്ചുകൊണ്ട് ഭഗവാന്റെ ഇടത്തെ തൃക്കാലിൻ്റെ തള്ളവരിൽ ബ്രഹ്മാണ്ടം ഭേദിച്ചു കഴിഞ്ഞപ്പോൾ സത്യലോകത്തിലെത്തി. അപ്പോൾ ബ്രഹ്മാവ് തൻ്റെ കമണ്ഡലുവിൽ നിന്ന് ജലമെടുത്തുകൊണ്ട് ആ പാദം കഴുകി, ഇത് ഭഗവാന്റെ പാദമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അത് കാരണജലമായിട്ട് ഈ ഭൂമി മുഴുവനല്ല ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു. ഗംഗയില്ലാത്തൊരു സ്ഥലമില്ല. അപ്പോൾ അത് ബ്രഹ്മാവ് തന്നെ ആദ്യം കുറച്ച് സ്വീകരിച്ചു കമണ്ഡലുവിൽ. അത് പാദോദകമ എന്ന പേരിൽ പ്രശസ്തമായി. അത് മഹാദേവൻ തൻ്റെ ജടയിൽ സ്വീകരിച്ചു. ഇതൊക്കെ ഭഗീരഥന്റെ പ്രയത്നഫലമായിട്ടാണ് വന്നത് എങ്കിലും ഈ വാമനമൂർത്തിയാൽ ഇങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടത്. അപ്പോൾ ശിവൻ സ്വീകരിച്ചു. പിന്നെ ജന്മ മഹർഷി അത് തൻ്റെ ആശ്രമത്തെ മുക്കണമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആചമിച്ചു, ഒറ്റ തവണ ആചമിച്ചു. ആ ഗംഗ പിന്നെ കാണാണ്ടായി. അപ്പോൾ വീണ്ടും അത് വലത്തെ ചെവിയിലൂടെ പുറത്തു വന്നു. ഗംഗ എന്ന അതിപവിത്രയായിട്ടുള്ള ഭൂമിയായിട്ട് ഈ ഭൂമിയിൽ ഭോഗവതി എന്ന് പാതാളത്തിൽ വരെ എത്തി. ആകാശഗംഗയായിട്ട്, യശോവതിയായിട്ട് ഈ ഊർധ്വലോകങ്ങളിലും, മഹാദേവന്റെ പത്നിയായിട്ട് ഗംഗ ശിരസിലും, ഇങ്ങനെ പരമഭക്തന്മാർക്ക് മാത്രം ലഭിക്കുന്നതായിട്ടുള്ള ഈ അസുലഭമായിട്ടുള്ള ഈ സൗഭാഗ്യം ഭഗവാനാൽ കൊടുക്കപ്പെട്ടത് ബ്രാഹ്മണ ഭക്തി കൊണ്ടും ഭഗവത് ഭക്തി കൊണ്ടും യാഗങ്ങളെ ചെയ്തതുകൊണ്ടും പ്രഹ്ലാദം തൊട്ടുള്ള ഭക്തന്മാരുടെ കുലത്തിൽ ജനിച്ചതുകൊണ്ടും ആണ് കിട്ടിയത്. പ്രഹ്ലാദ വംശജതയാ ക്രതുഭിർദ്വിജേഷു വിശ്വാസതോന്നു തദിദം ദിദിജോഭിലേഭേ യത്തേ പദാംബുഷ് ഗിരിശസ്യ ശിരോഭിലാള്യം സത്വം വിഭോ ഗുരുപുരാലയ പാലയേഥാ. നാരായണ അഖില ഗുരു ഭഗവാൻ നമസ്തേ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ആ ഭഗവാൻ നമ്മളെയും ഇതേപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അടുത്ത 31ാമത്തെ ദശകം അത്
വാമനനായിട്ട് ത്രിവിക്രമായിട്ട് വളരുന്നതും അളന്നെടുക്കുന്നതും സൂതരം കൊടുക്കുന്നതും അടുത്ത മനുവാക്കിയിട്ട് ഈ ബലിയെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള രംഗങ്ങൾ അത് നമുക്ക് അടുത്ത ദിവസം പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ.